ഹമാര ബഡ ഫൈറ്റർ കെ സുരേന്ദ്രൻ പറഞ്ഞൊരു മാജിക് നമ്പറുണ്ട് 35 സീറ്റ്. അതെ, ഞാൻ വിശ്വസിക്കുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2026 സുരേന്ദ്രൻ പറഞ്ഞ മാജിക് നമ്പർ നേടാൻ ഒരുപക്ഷെ BJP കഴിയും. ഇപ്പോൾ തന്നെ 11 സീറ്റിൽ BJP ഒന്നാം സ്ഥാനത്താണ്, 9 സീറ്റിൽ രണ്ടാം സ്ഥാനത്താണ്. അപ്പോൾ 20 സീറ്റായി. ബാക്കി 10 മൂന്നാം സ്ഥാനത്താണ്. അപ്പോൾ 30 സീറ്റായി. അതെ, 30 സീറ്റുകൾ BJP ഒരു കടുത്ത മത്സരം കാണിക്കാൻ പറ്റുന്ന സീറ്റുകളാണ്. A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ്. B ക്ലാസ് സീറ്റുകളെ A ക്ലാസ് ആക്കാൻ വലിയ പാടൊന്നുമില്ല, കുറച്ചുകൂടെ ജാഗ്രത. അപ്പോൾ ഒരുപക്ഷെ സുരേഷ് ഗോപി എടുത്ത സ്ട്രാറ്റജി പോലെ വളരെ മുമ്പേ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയും ഈ മണ്ഡലങ്ങൾ ഫോക്കസ് ചെയ്ത് അടുത്ത 2-3 വർഷക്കാലം പ്രവർത്തിക്കുകയും ചെയ്താൽ BJPക്ക് 35 സീറ്റ് കിട്ടും എന്നുള്ള സുരേന്ദ്രൻ്റെ പ്രവചനം അടുത്ത പ്രാവശ്യം ശരിയാകാം എന്ന് ഞാൻ കരുതുന്നു. വല്ല സാധ്യതയുണ്ടോ? ശരിയാകാനായിട്ട് പണിയെടുക്കണം. അതാണ് ഇത്തവണ ഈ നമ്മുടെ ദേശീയ തെരഞ്ഞെടുപ്പിൽ നിന്നുള്ള പാഠം. മോദിയുടെ പടവും ഒട്ടിച്ചു വെച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുകയുള്ളൂ. പണിയെടുക്കണം. ഇപ്പോൾ യോഗി ആദിത്യനാഥും മോഹൻ ഭാഗവതും ഒക്കെ കഴിഞ്ഞ അടച്ചിട്ട മുറിയിൽ താരതമ്യേന ചെറിയ ഒരു RSSന്റെ പരിപാടിയിൽ മോഹൻജി പങ്കെടുക്കാൻ വേണ്ടി പോയി. അത് UP-യിൽ എത്താൻ വേണ്ടിയിട്ടായിരുന്നു. എന്നിട്ട് മണിക്കൂറുകൾ യോഗിയായിട്ട് സംസാരിച്ചു, മറ്റാരുമില്ലാതെ. എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? അപ്പം തന്നെ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ. അപ്പോൾ അവിടെ മര്യാദയ്ക്ക് പണിയെടുത്തിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് ഒരു ആലസ്യം വന്നു. മറ്റേ അമ്പലവും ശ്രീരാമക്ഷേത്രവും മറ്റേ മോദിയുടെ ചിത്രവും കൂടി ഇത് ഭരണം കൊണ്ടുവരുമെന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചിരുന്ന് കഴിഞ്ഞാൽ ഇവിടെ നടക്കില്ല. ഇപ്പം തന്നെ പണി നടക്കണം. ഇത്രയും സ്ഥലങ്ങൾ വ്യക്തമാക്കി കൊടുത്തത് ആരാണ്? ജനങ്ങളാണ്. അതെ, നിങ്ങൾക്ക് ഇവിടെയൊക്കെ സാധ്യത അല്ല, അത് ഇവർക്ക് തന്നെ അറിഞ്ഞിട്ടൊന്നുമല്ലല്ലോ. അതെങ്ങനെയൊക്കെയാണ്, ആരൊക്കെയാണ് വോട്ട് ചെയ്തിരിക്കുന്നത്? ഇത് ശരിക്കും ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യണം. ഇതിൻ്റെ ഗ്രാഫിക്കുകളൊക്കെ ഉണ്ടാക്കണം. ഇത് സാമുദായികമായിട്ട് ഇതെങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്, എത്ര ശതമാനം ഈഴവർ മാറിയിരിക്കുന്നു, എത്ര ശതമാനം മാർക്സിസ്റ്റുകൾ നമ്മുടെ കൂടെ വന്നിരിക്കുന്നു. കണ്ണൂരിൽ അല്ലേ, പാറപ്പുറത്ത് ഉണ്ടായ സ്ഥലം ഗണ്യമായ വോട്ടുകൾ ലഭിച്ചു പല ബൂത്തുകളിലും. ധർമ്മടം, മറ്റേ 2 വാർഡുകൾ, പിണറായി വിജയൻ്റെ വീടൊക്കെ ഇരിക്കുന്ന വാർഡുകൾ. ഇവിടെയൊക്കെ ഈ ഭരണവിരുദ്ധം മാത്രമല്ല, പിണറായി വിരുദ്ധ വോട്ട്, പാർട്ടി വിരുദ്ധ വോട്ട്, കുടുംബ വിരുദ്ധ വോട്ട് എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ വേറെ തരത്തിലാണെങ്കിലും തോമസ് ഐസക്, G സുധാകരൻ, P ജയരാജൻ, ഇവരൊക്കെ MP ജയരാജൻ, ഇവരൊക്കെ വളരെ വ്യക്തമാക്കിയും കഴിഞ്ഞല്ലോ. അല്ലെങ്കിൽ പോരാളി ഷാജി ആരാണ് രംഗത്ത് വരണമെന്ന് പറയേണ്ട കാര്യമുണ്ടോ? പോരാളി ഷാജി കാലുമാറിയിരിക്കുന്നു. അദ്ദേഹം ഇടയ്ക്ക് തന്നെ പറഞ്ഞിട്ട് പോയി, എനിക്കിനി ഇതിൽ താല്പര്യമില്ല, നീയൊക്കെ പണിയെടുത്ത് തിന്നണമെന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞു. ചില ആളുകൾ പറയുന്നുണ്ട് അത് വലിയൊരു കണ്ണൂരിലെ CPM നേതാവിൻ്റെ പേജാണ് ഈ ചെങ്കതിര് ഈ സാധനം എന്ന് പറയുന്നത്. ചെങ്കോട്ട ഇതൊക്കെ ഈ നേതാക്കളുടേതാണെന്ന് കണ്ണൂരിലെ ചില നേതാക്കൾ. എനിക്ക് ഭയങ്കര ചിരി വരും ഈ മഹാരാജ് കോളേജിന്റെ മുന്നിൽ കൂടെ പോകുമ്പോൾ ചെങ്കോട്ടയിലേക്ക് സ്വാഗതം വലിയ ബാനറൊക്കെ എഴുതി വെച്ചിരിക്കുക. കുഞ്ഞുങ്ങളുടെ ഒരു പ്രവേശന കവാടത്തിൽ തുടങ്ങുന്ന ദിവസമൊക്കെ എഴുതി വെക്കും. അല്ല, സ്ഥിരമാണ്, സ്ഥിരം അതാണ്. അവിടെ ആ കോളേജിൻ്റെ പേര് കാണാൻ പറ്റില്ല. ചെങ്കോട്ടയിലേക്ക് സ്വാഗതം. കൊള്ളാവുന്ന തണ്ടല്ലുറപ്പുള്ള ഒരു പ്രിൻസിപ്പാൾ ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ്. വലിച്ചു പറിച്ച് ദൂരെ കളയണം. കോളേജിന്റെ പേര്, പഠിക്കുന്ന കോളേജിന്റെ പേര് മറച്ചു വെക്കുന്ന ഇവരുടെ സംസ്കാരം. അപ്പോൾ ഈ 35 എന്ന് പറഞ്ഞ സംഭവം അന്ന് ഈ സുരേന്ദ്രൻ പറഞ്ഞപ്പോൾ ആളുകൾ സുരേന്ദ്രനെ പുച്ഛിച്ചു. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്നുള്ളവരും പുച്ഛിച്ചു. അതിനകത്ത് കുറച്ച് കാര്യമുണ്ട് അല്ലേ? 35 നമ്പർ, 35 എന്ന് പറഞ്ഞ നമ്പർ വെറുതെ പറഞ്ഞതല്ല. അതാണ് അതിന്റെ സംഭവം. ആ 35 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 140 സീറ്റിൽ 105 സീറ്റേ ഉള്ളൂ. 71 സീറ്റ് വേണം ഭൂരിപക്ഷത്തിന്. നമ്മൾ 135 എന്നുള്ളത് കൃത്യമായിട്ട് വിഭജിച്ചാൽ പോലും 105 70 കിട്ടില്ല. ബാക്കിയുള്ള പാർട്ടികൾക്കായിട്ട് ഡിബേറ്റ് ചെയ്താലും പല പാർട്ടികളുണ്ടല്ലോ. അതെ.
അതിൽ സ്വാധീനമുള്ള ഒരാൾ രണ്ടാളൊക്കെ ഉള്ള പാർട്ടികളും ഉണ്ടാവുമല്ലോ ജയിക്കാൻ. അവർക്കൊക്കെ ലീഗിന് മാത്രം ഒരു 10-20 സീറ്റ് കാണും. CPM-നേക്കാളും വലിയ പാർട്ടി ലീഗ് ആയിരിക്കും ആ സിനാറിയോയിൽ. അതെ, അങ്ങനെ വരുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂരിപക്ഷം ഇല്ലാത്ത ഘട്ടത്തിൽ ഈ CPM-ഉം കോൺഗ്രസും കൂടി വടക്കേ ഇന്ത്യയിലൊക്കെ ചെയ്യുന്നത് പോലെ, ബംഗാളിൽ ചെയ്തതുപോലെ സഖ്യമുണ്ടാക്കേണ്ടി വരും. അല്ല, നമ്മൾ പ്രേക്ഷകർക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വീണ്ടും പറയാണ്, ഇതൊരു കണക്കാണ്. അത് 35 സീറ്റ് BJPക്ക് സുരേന്ദ്രൻ പറഞ്ഞ പോലെ കിട്ടുന്നു. ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ രത്ന ചുരുക്കം പ്രേക്ഷകർക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ പറഞ്ഞവരാണ്. പിന്നെ 105 സീറ്റാണ്. 105 സീറ്റിൽ കേവല ഭൂരിപക്ഷം BJPക്ക് ഒറ്റയ്ക്ക് 35 കിട്ടിക്കഴിഞ്ഞു. പിന്നെയുള്ള 105 സീറ്റ് കിട്ടൽ 2 മുന്നണിക്കുമായിട്ട് കിട്ടുകയാണ്. സ്വാഭാവികമായും അതിൽ LDF-നോ UDF-നോ 71 സീറ്റ് കിട്ടാൻ സാധ്യതയില്ല. ഇല്ലാത്ത അവസ്ഥ വരും. അപ്പോൾ ഒരു ത്രിശങ്കു സഭയായിരിക്കും വരിക. അതെ, ത്രിശങ്കു സഭ ഉറപ്പാണ്. അപ്പോൾ LDF-ഉം UDF-ഉം കൂടി ഉത്തരേന്ത്യൻ മോഡലിൽ ഒരു ഐക്യം ഉണ്ടായാൽ മാത്രമേ കേരളം ഭരിക്കാൻ പറ്റൂ. ആ ഐക്യം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ആര് വിചാരിക്കണം? മുസ്ലിം ലീഗ് വിചാരിക്കണം. കാരണം അവർക്ക് ഒരു 20 സീറ്റ് ഉണ്ടെങ്കിലും 16-20 സീറ്റ് കിട്ടും. മുസ്ലിം ലീഗ് പറയണം കോൺഗ്രസിനോട്, നിങ്ങൾ CPM-ന്റെ കൂടെ ചേരുമെന്ന്. കാരണം അന്ത്യശാസനം കൊടുക്കും മുസ്ലിം ലീഗ്. അവർ അന്ത്യശാസനം കൊടുക്കുന്നതിൽ വലിയ പ്രാഗൽഭ്യമുള്ളവരാണ്. കെ കരുണാകരനെ മാറ്റുമ്പോ അവര് 4 തവണ അന്ത്യശാസനം കൊടുത്ത് ഞാൻ ഓർക്കുന്നുണ്ട്. 5ാമത്തെ അന്ത്യശാസനം. അതല്ല സാർ ഞാൻ പറഞ്ഞത്, സാറിനോട് ഞാൻ എൻ്റെ റിജോയിൻ്റർ പറയുന്നത് അങ്ങനെയല്ല സംഭവിക്കാന്ന്. അതായത് BJPക്ക് 35 സീറ്റ്, ലീഗിന് 16, 20 തന്നെ കൂട്ടും, 20 സീറ്റ് കിട്ടുന്നു. CPM-ന് 20 സീറ്റ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കിട്ടത്തില്ല. അപ്പം ഏറ്റവും വലിയ പാർട്ടി BJP, രണ്ടാമത്തെ പാർട്ടി ലീഗ്. സംഭവിക്കാൻ പോകുന്നത് ഞാൻ പറയാം. ലീഗിനെ മുഖ്യമന്ത്രിയാക്കി BJP കേരളത്തിൽ സർക്കാർ ഉണ്ടാക്കും. എന്തേ മുസ്ലിം ലീഗിന് ആ സമയത്ത് മറ്റേ NDAയുടെ ഭാഗമാവാം. അല്ല, ഇത് ചിരിക്കരുത്, പ്രേക്ഷകർ ചിരിക്കരുത്. നോക്കൂ, കേരളത്തിലെ ലീഗ് താരതമ്യേന മുസ്ലിം വർഗീയത ഇല്ലാത്ത പാർട്ടിയാണ്, ഒരു സെക്കുലർ സ്വഭാവമുള്ള പാർട്ടിയാണ്. അതിൽപ്പെട്ട ചില ആളുകൾ, അതിൽ നുഴഞ്ഞു കയറിയ ചില ആളുകൾ വർഗീയവാദികൾ ഉണ്ടെന്നുള്ള തർക്കമില്ല, സമ്മതിക്കൂ. എന്നാലും പൊതുവിൽ വർഗീയതയില്ലാത്തൊരു പാർട്ടിയാണ്. രാമജന്മഭൂമി രാമക്ഷേത്രം ഉണ്ടായപ്പോഴും ഇപ്പോഴത്തെ തങ്ങൾ അതിനെ സ്വാഗതം ചെയ്തതാണ്. ബാബറി പള്ളി തകർക്കപ്പെട്ടപ്പോഴും മുസ്ലിം ലീഗ് എടുത്ത നിലപാട് ശ്രദ്ധേയമാണ്. അപ്പോൾ മതേതര സ്വഭാവം ഉള്ള ഒരു പാർട്ടിയാണ്, അല്ലെങ്കിൽ കാണിക്കുന്ന പാർട്ടിയാണ് ലീഗ്. അപ്പോൾ BJPക്ക് അവരോട് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കാരണം കമ്പയർഡ് ടു കാശ്മീർ, തീവ്രവാദ സ്വഭാവം പ്രകടിപ്പിക്കുന്ന, തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്ത പാരമ്പര്യമുള്ള PDP-യുമായി BJP അവിടെ സഖ്യമുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിലും എത്രയോ നിഷ്കളങ്കമായ പാർട്ടിയാണ് ലീഗ്. മുസ്ലിം ലീഗ് അതിന് വില്ലിങ് ആണെങ്കിൽ BJPക്ക് ഒരു പ്രയാസമില്ല. കുഞ്ഞാലിക്കുട്ടിക്കും സത്യത്തിൽ മുഖ്യമന്ത്രി ആകാൻ കിട്ടുന്ന ഒരു അപൂർവ അവസരം. കുഞ്ഞാലിക്കുട്ടിക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി ആവണമെന്നുണ്ടെങ്കിൽ ഏക മാർഗം BJP-യുമായി സഖ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം BJPക്ക് ഇപ്പോൾ 20% വോട്ടുണ്ടേ കേരളത്തിൽ. സുരേന്ദ്രൻ്റെ ലീഡർഷിപ്പിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 20% വോട്ട് നേടിയിട്ടുണ്ട്. അപ്പോൾ ലീഗിനും ഏതാണ്ട് 20% വോട്ടുണ്ട്. 2 പാർട്ടികളും മലപ്പുറം ജില്ലയിലെ വ്യാപകമായി ലീഗിന് വോട്ടുണ്ട്. മലബാർ മേഖലയിൽ BJPക്ക് കേരളത്തിൽ പരക്കെ സ്വാധീനമുണ്ട്. ഈ 2 മുന്നണിയോട് ചേർന്നാൽ ഒരു സംശയവുമില്ല, ലീഗും BJP-യും ഒന്നിച്ച് മത്സരിച്ചാൽ അത് ചിലപ്പോൾ 60-70 സീറ്റുകളിലേക്ക് മാറും. മാത്രമല്ല ഇത്തവണത്തെ ജനവിധി എന്താണ്? മുസ്ലിം ജനസമൂഹത്തിൻ്റെ വിധി എന്താണ്? ഒരു കാരണവശാലും CPM-ന്റെ കൂടെ ചേരരുതെന്നാണ്. അതുകൊണ്ടാണ് കൺസോൾട്ടേഷൻ ഉണ്ടായത്. ഈ സമസ്തയും എല്ലാം കൂടി LDF-ന്റെ കൂടെയൊക്കെ CPM-ന്റെ കൂടെയൊക്കെ ചേർന്നിട്ടും മുസ്ലിം ലീഗിന്റെ കൂടെ അല്ലേ മലബാറിലെ മുസ്ലിങ്ങൾ തോറ്റു. CPM-ന് മുസ്ലിം വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞു. അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ആരും പറയാത്തൊരു ഫാക്റ്റാണ് സാറ് പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പ് പറയുന്നത് കേരളത്തിൽ മുസ്ലിം സമൂഹത്തിൻ്റെ യഥാർത്ഥ പ്രതിനിധി സമസ്തയല്ല, വെൽഫെയർ പാർട്ടിയല്ല, ജമാഅത്തെ ഇസ്ലാമി അല്ല, ലീഗാണെന്ന് അസന്നിഗ്ധമായി തെളിയിക്കപ്പെട്ടു. അതെ. അപ്പോൾ ലീഗ് സാധാരണഗതിയിൽ സുനിൽ പറഞ്ഞ പോലെ അവർ ഈ ജമാഅത്തെ ഇസ്ലാമി, SDPI ഇങ്ങനത്തെ തീവ്രവാദ സാധനങ്ങളെയൊന്നും അവർക്ക് വലിയ തൃപ്തിയില്ല. മുസ്ലിങ്ങളും സമാധാനപരമായി, ഒന്നാമത് കച്ചവടം കുലത്തൊഴിലൊക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ ധാരാളം ഉള്ള സമൂഹമാണ്. കച്ചവടം നടക്കണമെന്നുണ്ടെങ്കിൽ സമാധാനമല്ലേ വേണ്ടത്? ഇത് ഈ തീവ്രവാദികളെല്ലാം കൂടി അവിടെ ഇവിടെയൊക്കെ ബോംബിട്ടിട്ട് ഇത് മുഴുവൻ മുസ്ലിങ്ങളുടെ മുകളിലിരിക്കുക,
ലീഗ് ഇതിനൊക്കെ ഉത്തരം പറയുക. അപ്പോൾ അതുകൊണ്ട് മറ്റേ ലീഗിനും മുഖ്യമന്ത്രി ആകണം എന്നുണ്ടെങ്കിൽ, സർക്കാർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, വേണമെങ്കിൽ പുറത്തു നിന്നും BJPക്ക് സപ്പോർട്ട് എനിക്ക് കൊടുക്കാം. വലിയ ആഗ്രഹമുണ്ട്. കുഞ്ഞാലിക്കുട്ടി ഒന്ന് മുഖ്യമന്ത്രിയായി കണ്ടാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും സെക്കുലർ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ലീഗിലുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. എന്തുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രി ആയിക്കൂടാ? അതിലിപ്പോൾ സെക്കുലർ അല്ലാത്തത് ആരാണ്? അപ്പോൾ മുനീറോ? മുനീറല്ല, വേറെ ചിലരൊക്കെ ഉണ്ട് സെക്കുലർ അല്ലാത്ത ആളുകൾ. സാറിനും അറിയാം, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ലീഗിലെ സെക്കുലർ അല്ലാത്ത ആളുകളുടെ പേര് എന്നെക്കാളും എത്രയോ കാലമായി കേരള പൊളിറ്റിക്സ് ഇങ്ങനെ സൂക്ഷ്മം നിരീക്ഷിക്കുന്ന ചില മുജാഹിദുകളൊക്കെ. ഞാനില്ല, ഞാൻ പറയൂല. അപ്പൊ അതുകൊണ്ട് വേറൊരു സെനാറിയോ ഉണ്ട്. ഈ മറ്റേ CPM-ന് എന്തായാലും ലീഗ് പിന്തുണ കൊടുക്കില്ല. മറ്റേ കോൺഗ്രസും മറ്റേ CPM-ഉം കൂടി സഖ്യം വരണം എന്നുണ്ടെങ്കിൽ ലീഗ് വിചാരിക്കണം. അല്ല, അവിടെ ഒരു കറക്ഷൻ ഉണ്ട്. ലീഗിലെ ചില നേതാക്കന്മാർക്ക് CPM-ന് പിന്തുണ കൊടുത്താൽ കൊള്ളാമെന്നുണ്ട്. അണികൾ സമ്മതിക്കുന്നില്ല. അതാണ്. അതിപ്പോ സാദിഖ് അലി തങ്ങളുടെ കഴിഞ്ഞ ദിവസത്തെ ചന്ദ്രികയിലെ ഇന്റർവ്യൂ എന്ന് വളരെ വ്യക്തമാണല്ലോ. അദ്ദേഹം ഇപ്പൊ മാറി. സമസ്ത എന്ന് പറയുന്നത് ഞങ്ങളുടെ ഹൃദയപക്ഷമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. സമസ്തയായിട്ട് അടി നടന്നിരുന്ന ആളാണ് കഴിഞ്ഞ കുറെ ദിവസമായിട്ട്. സമസ്ത അദ്ദേഹത്തെ വൈസ് പ്രസിഡന്റ് ആക്കാത്തത് കൊണ്ട് ആ ചൊരുക്കുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞ് നടന്നിരുന്ന ഒരാൾ സമസ്ത. അതിന് സമസ്ത പറയുന്ന ഒരു ന്യായം എന്ന് പറഞ്ഞാൽ, സമസ്ത എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക പണ്ഡിത സഭയാണ്. ഇപ്പോഴത്തെ തങ്ങള് ഇസ്ലാം വിഷയത്തിലെ പണ്ഡിതനല്ല, അതുകൊണ്ട് അദ്ദേഹത്തെ എങ്ങനെ വൈസ് പ്രസിഡന്റ് ആക്കും എന്നൊരു ടെക്നിക്കാലിറ്റി പറഞ്ഞിട്ടാണ് പുള്ളിയെ നൈസായിട്ട് തഴഞ്ഞത്. അപ്പോൾ മുസ്ലിം ലീഗിന് കേരള രാഷ്ട്രീയത്തിൽ വലിയ ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റങ്ങളാണ് സമീപഭാവിയിൽ ഉണ്ടാവുക. അതെ, നമ്മൾ 35 എന്ന് പറഞ്ഞു, വേണ്ട, ഇത് 20 സീറ്റാണെങ്കിൽ പോലും ഈ പ്രശ്നം വരും, ഉണ്ടാവും. അതാണ്. അല്ല, ഇത് എന്തിനു 20 ആക്കണം? കാരണം 30 സീറ്റ് കിട്ടാനുള്ള, മത്സരിച്ച് നന്നായി പണിയെടുത്താൽ 30 സീറ്റ് നേടാനുള്ള രാഷ്ട്രീയ കാലാവസ്ഥയുണ്ട്. ഇനി കോൺഗ്രസും CPM-ഉം കൂടി സഖ്യം ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കും. അവർ രണ്ടുപേരും ചേർന്നല്ലോ. പിന്നെ പ്രതിപക്ഷ കക്ഷി എന്ന് പറയുന്നത് BJP ആണ്. ഒരു പ്രതിപക്ഷ കക്ഷിയാണല്ലോ അടുത്ത ഭരണകക്ഷിയാകുന്നത്. അതാണ്. അപ്പൊ ഏതായാലും കേരളത്തിൽ BJPക്ക് ഏറ്റവും വലിയ സുവർണകാലമാണ് വരാൻ പോകുന്നത്. കേരള ഭരണം BJPക്ക് വളരെ സ്ട്രാറ്റജിക്കലായിട്ട്, വളരെ വെൽ പ്ലാൻഡായിട്ട് നീങ്ങിയാൽ BJPക്ക് കിട്ടാക്കനിയല്ല കേരള ഭരണം എന്നുള്ളത് ഉറപ്പാണ്. എന്ന് ജ്യോത്സ്യം കൈകാര്യം ചെയ്യുന്ന ഒരു പണിക്കരുടെയും സഹായമില്ലാതെ നമുക്ക് പറയാൻ പറ്റും. നമ്മളുടെ രാഷ്ട്രീയ ബോധം കൊണ്ടും പരിചയം കൊണ്ടും അനുഭവം കൊണ്ടും. മനസ്സിലായി. രാഷ്ട്രീയ ജ്യോത്സ്യമാണോ അതോ വിശ്വാസപൂർവ്വമുള്ള ജ്യോത്സ്യമാണോ? അതെ, ഒരു ജ്യോത്സ്യന്റെ സഹായം ഇല്ലാതെ നമുക്കിത് രാഷ്ട്രീയം വെച്ച് പറയാൻ പറ്റും. അപ്പൊ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് 2 കൊല്ലല്ലേ ഉള്ളൂ. 2 കൊല്ലത്തിൽ കുറവേ ഉള്ളൂ. ഒരു ദിവസം പോലും കളയാതെ പണിയെടുത്താൽ, ഒരു ദിവസം പോലും കളയാനില്ല പണിയെടുത്താൽ കെ സുരേന്ദ്രൻ്റെ ചരിത്രം കേരളത്തിലെ, ഇന്ത്യയിലെ BJPയുടെ ചരിത്രത്തിലെ സുവർണ നാമധേയമായി മാറും. അതെ, അദ്ദേഹം എത്രയോ കാലം മുമ്പേ പറഞ്ഞ സംഖ്യയാണ് ഈ 35 എന്നുള്ളത്. ചിലപ്പോൾ അതിൽ കൂടുതലും കൊടുത്തേക്കും. ഞാൻ പറഞ്ഞത് അതിൽ കുറവാണെങ്കിൽ പോലും 20 സീറ്റ് ഉണ്ടല്ലേ ഇപ്പോഴത്തെ ഈ 3ാം സ്ഥാനം വരെയുള്ളത്, അത് കിട്ടിയാലും ഈ പ്രശ്നം വരും. കാരണം 2ാം സ്ഥാനം വരെയുള്ളത് 11-9. അപ്പോൾ ആ പ്രശ്നം വരും. ഏത് ഭൂരിപക്ഷത്തിന്റെ ത്രിശങ്കുസഭ പ്രശ്നം. 140 സീറ്റല്ലേ ഉള്ളൂ. 35ഉം 20ഉം ഒരു ചെറിയ സംഖ്യ അല്ല, ചെറുതല്ല, ഒട്ടും ചെറുതല്ല. ഈ ഇപ്പൊ വോട്ടർമാർ കൊടുത്തിരിക്കുന്നതും. പ്രിയപ്പെട്ട KS, താങ്കൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങയുടെ മുന്നിൽ കിടക്കുന്നത് ഒരു സുവർണ കാലത്തിലേക്കുള്ള രാജപാതയാണ്. അതെ, അത് ഈ ചുവന്ന പരവതാനി വിരിച്ചിട്ടിരിക്കുന്നു. സഞ്ചരിക്കുക, മുന്നേറുക. ചരിത്രം നിങ്ങളെ മഹാനെന്ന് വിളിക്കും. അതെ.